കുമ്പള ടോൾ പ്ലാസ വിഷയത്തിൽ സർവീസ് റോഡ് നിർമ്മിക്കാതെ ടോൾ പ്ലാസ സ്ഥാപിച്ച് ടോൾ പിരിക്കുന്നത് എങ്ങനെയെന്ന് ഹൈക്കോടതി. കേസ് പരിഗണിക്കുന്നത് 28ലേക്ക് മാറ്റി. കാസർഗോഡ് കുമ്പള ടോൾ പിരിവ് വിഷയത്തിൽ ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ശക്തമായ സമരമാണ് നടക്കുന്നത്. എന്നാൽ സർവീസ് റോഡ് നിർമ്മിക്കാതെ എങ്ങനെയാണ് കുമ്പളയിൽ ടോൾ പ്ലാസ സ്ഥാപിച്ച് ടോൾ പിരിവ് നടത്തുന്നതെന്ന് ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. കുമ്പള ടോൾ വിരുദ്ധ സമിതി കൺവീനർ അഷ്റഫ് കാർലെ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജഡ്ജ് ബച്ചു കുര്യൻ തോമസ് ഇങ്ങനെ ചോദിച്ചത്. ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സജൽ ഹാജരായി. ഹർജി തീർപ്പാക്കും മുൻപ് കമ്മീഷനെ വഹിക്കണമെന്നും അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് 28ലേക്ക് മാറ്റിവച്ചത്. കേസിൽ ജനങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാവുമെന്ന പ്രതീക്ഷയുള്ളതായി ആക്ഷൻ കമ്മിറ്റി വർക്കിംഗ് കൺവീനർ CA സുബൈർ പറഞ്ഞു. കുമ്പളയിൽ ആരിക്കാടിയിൽ നിയമവിരുദ്ധമായി ദേശീയപാത അതോറിറ്റി സ്ഥാപിച്ച ടോൾ ബൂത്തിനെതിരായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 മാസത്തിലധികമായി നടന്നുവരുന്ന സമരം, ആ പ്രത്യക്ഷ സമരത്തോടൊപ്പം ഞങ്ങൾ നിയമപരമായ പോരാട്ടവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയുണ്ടായി. ആക്ഷൻ കമ്മിറ്റി കൊടുത്ത കേസ് വീണ്ടും 28ലേക്ക് മാറ്റുകയും അവിടെ സർവീസ് റോഡ് ഇല്ലാത്ത പ്രദേശത്ത് എങ്ങനെയാണ് ടോൾ പിരിക്കുന്നത് എന്നും അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം കോടതി ആശങ്ക രേഖപ്പെടുത്തുകയും NHAയോടത് ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ 60 കിലോമീറ്ററിനാണ് യൂസർ ഫീ വാങ്ങുന്നതെങ്കിൽ 60 കിലോമീറ്റർ റോഡിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ കോടതി ദേശീയപാത അതോറിറ്റിയോട് അക്കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. പക്ഷേ അവർക്ക് അത് കൃത്യമായ മറുപടി പറയാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുമാത്രവുമല്ല, ഈ ടോൾ ബൂത്ത് സ്ഥാപിച്ചിട്ടുള്ളത് 22 കിലോമീറ്ററിനടുത്ത്, മറ്റൊരു ടോൾ ബൂത്തിൽ നിന്ന് 22 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിലാണ്. അതെല്ലാം സംബന്ധിച്ചുള്ള ആശങ്ക ഞങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി 28ാം തീയതിയിലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. കേസ് കോടതിയിൽ ഞങ്ങൾക്ക് അനുകൂലമാകും, ജനങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ആക്ഷൻ കമ്മിറ്റിക്കുള്ളത്. പ്രത്യക്ഷ സമരം ഇതോടൊപ്പം തന്നെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തിയിരുന്നു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.